ഈ അനന്തരാമൻ സാറിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇന്ന് പ്രൊഫഷണൽ മേഖല ഭയങ്കര സമ്മർദ്ദത്തിലാണ്. ആ പ്രൊഫഷണൽസൊക്കെ അവരുടെ കുടുംബജീവിതം തകരുന്നു, ദാമ്പത്യ ബന്ധം തകരുന്നു, ആത്മഹത്യയുടെയും അല്ലെങ്കിൽ ഒളിച്ചോട്ടത്തിൻ്റെയും മേഖലകളിലേക്കൊക്കെ പുതുതലമുറ കടന്നു പോവുകയാണ്. കുടുംബ കോടതികൾ ഞാൻ അഭിഭാഷകർ രീതിയിൽ കാണുന്നതാണ്. ഞാൻ തമാശയായി പറയാറുണ്ട്, മാവേലിക്കര താലൂക്കിൽ ഒരു ദിവസം നടക്കുന്ന കല്യാണത്തിനേക്കാൾ കൂടുതലാണ് മാവേലിക്കര കുടുംബ കോടതിയിൽ ഒഴിയാൻ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണമെന്ന് തോന്നത്തക്ക രീതിയിൽ. മാവേലിക്കരയിലെ മുൻസിഫ് കോടതിയിൽ ഈ വർഷം ആകെ ഫയൽ ചെയ്തിരിക്കുന്ന ഇതുവരെ ഏകദേശം 215 കേസുകളേ ഉള്ളൂ. പക്ഷേ മാവേലിക്കര ഫാമിലി കോടതി ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണം 2500 മുകളിലേക്ക് പോയി. ഇതിനകത്തെ മഹാഭൂരിപക്ഷവും സോഫ്റ്റ്വെയർ മേഖലയിലുള്ള അല്ലെ IT മേഖലയിലുള്ള അതേപോലുള്ള പ്രൊഫഷണൽ രംഗത്തുള്ള ആൾക്കാർക്കാണ്. എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? ഈ സത്യത്തിനെ തിരിച്ചറിയുക അല്ലെ ധർമ്മത്തിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ ഭഗവത്ഗീതയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണം. അത് തിരക്കാൻ സമയമില്ലാതെ അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇട നൽകാതെ ഈ തൊഴിൽ സാമ്പത്തികം മാത്രം തേടിപ്പോകുന്നത് കൊണ്ടല്ലേ ഇപ്രകാരം സംഭവിക്കുന്നത്? അതിനൊരു ആൾട്ടർനേറ്റീവ് എന്താണ് താങ്കൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്നത്? എന്നുവെച്ചാൽ കുടുംബ ബന്ധവും തൊഴിലും ഒരേപോലെ പാളം തെറ്റാതെ കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും? അതിനേതെങ്കിലും എളുപ്പവിദ്യ താങ്കളുടെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് പറയാൻ സാധിക്കുമോ? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലോകത്തിലാണ്, വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. എൻ്റെ ഒരു വൺ വേർഡ് ആൻസർ ടു ദിസ് പ്രോബ്ലം, ഈ ടൂ മച്ച് ഓഫ് മെറ്റീരിയലിസം. എത്ര അസറ്റ് കിട്ടിയാലും പോരാ. അതായത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്, നമ്മൾ ഉപയോഗിക്കുന്ന വീട്, എത്രയും വലിയ കാറ്, എത്രയും വലിയ വീട് എന്നുള്ള ആ ഒരു ഡെഫിനിഷനൊന്ന് മാറ്റി ഒരു ഹാപ്പി ലിവിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറാൻ പറ്റിയാൽ തന്നെ വളരെ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് എവ്രിബഡി ഈസ് ചേസിങ് മണി, അൺലിമിറ്റഡ് മണി. എന്ത് കണ്ടാലും അത് വേണം. ഒരു പുതിയ കാറ് കണ്ടാൽ അത് മേടിക്കണം, ഒരു പുതിയ വീട് വന്നാൽ അത് മേടിക്കണം, അല്ലെങ്കിൽ ഒരു ഐലൻഡ് മേടിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ടൂ മച്ച് ഓഫ് മെറ്റീരിയലിസം ആണ് ഇന്നത്തെ എല്ലാത്തിൻ്റെയും പ്രധാന ഒരു കാരണം എന്നുള്ളതാണ്. ഈ ടെൻഷൻ വരാൻ തന്നെ കാരണം എത്ര കിട്ടിയാലും പോരാ, ഇനിയും വേണം, ഇനിയും അത് ചേസിങ് സംതിങ്, അതാണ് കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒന്നൊരു ശരിക്കൊരു ആവശ്യമില്ല. ഭഗവത്ഗീതയൊക്കെ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, അതായത് ചാപ്റ്റർ 2 പറയുന്നുണ്ട്, ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമോഹ സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. അതായത് എന്ത് കണ്ടാലും എനിക്ക് വേണം എന്നുള്ള ആ ഒരു ആസക്തി കൊണ്ടാണ് കംപ്ലീറ്റ് ആ ട്രേസിയാണ് എങ്ങനെയാണത് കംപ്ലീറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഡിസയേഴ്സ്, എക്സസീവ് ഡിസയേഴ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഒരുപാട് പരിഹാരമുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ആൻസർ. ഇതിന് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ, നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവേ ഒരു വിചാരമുണ്ട്, കുറേ തട്ടിപ്പും വെട്ടിപ്പും ചെയ്താൽ മാത്രമേ സക്സീഡ് ചെയ്യാൻ സാധിക്കുള്ളൂ, വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഞങ്ങളൊരു ബിസിനസ് നടത്തുന്നുണ്ട്, വളരെ ചിട്ടയായിട്ട്. ഞാൻ എൻ്റെ ജോലിക്കാരെ പാർട്ട്നേഴ്സാണ് വിളിക്കുക, എംപ്ലോയീസ് എന്നല്ല, പാർട്ട്നേഴ്സാണ് വിളിക്കാറ്. അപ്പോൾ അവർ ഞാൻ എവറി 3 months ഐ അഡ്രസ് ദം. ഞാൻ ആദ്യം പറയുന്ന സെൻറ്റൻസ്, നിങ്ങളില്ലെങ്കിൽ എനിക്ക് ബിസിനസ് നടത്താൻ സാധിക്കില്ല എന്നാണ് ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ പറയാം. അപ്പോൾ അങ്ങാടിയിൽ ഞാൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസിഡൻ്റായിരുന്നു കുറേ കാലത്തേക്ക്. അപ്പോൾ അങ്ങാടിയിൽ പറയും, സ്വാമിക്കൊന്നും ബിസിനസ് അറിയില്ല എന്ന് വെച്ചാൽ തട്ടിപ്പ് വെട്ടിപ്പ് ചെയ്താലേ ബിസിനസ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് ബിസിനസ്സല്ല എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ഇൻറ്റർപ്രിട്ടേഷനാണ്. ഞാൻ അവരോട് പറയാറുള്ളത്, ഞാനായിട്ട് ആരംഭിച്ച് 10,000 രൂപ കടം മേടിച്ച് ആരംഭിച്ച ബിസിനസ് ഇന്ന് എൻ്റെ ലൈനിൽ ഞാൻ കേരളത്തിൽ നമ്പർ 1 ആണ്. നമ്പർ 2 എൻ്റെ പകുതി സൈസേ ഉള്ളൂ, എൻ്റെ പകുതി സൈസ് നമ്പർ 2 ഉള്ളൂ. പക്ഷെ അവരിപ്പോഴും പറയുന്നത് സ്വാമിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചാൽ സ്വാമിക്ക് തട്ടിപ്പ് ചെയ്യാൻ അറിയില്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ
നാരായണമൂർത്തി, ഇൻഫോസിസ്, ഏറ്റവും ചിട്ടയായിട്ട് മാക്സിമം ശമ്പളം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എല്ലാ ബെനിഫിറ്റ്സും കൊടുത്ത് വളരെ നന്നായിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സാണ് ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനി. എല്ലാ ബെനിഫിറ്റും എല്ലാ ടാക്സും 100% ചിട്ടയായിട്ട് കൊടുത്താൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങാടിയിൽ പലരും പറയും. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന കമ്പനിയിൽ ഒന്നാണ് ഇൻഫോസിസ്. അതേമാതിരി യു ടേക്ക് ദ ടാറ്റ ഗ്രൂപ്പ്, ഇൻറ്റഗ്രിറ്റി, സൊസൈറ്റി എൻറിച്ച്മെൻറ്റ്, എംപ്ലോയി വെൽഫെയർ, ഇതിനൊക്കെ മാക്സിമം ഊന്നൽ കൊടുക്കുന്നൊരു ഗ്രൂപ്പാണ് ടാറ്റ. ആ ലാഭത്തിൻ്റെ 93% തോന്നുന്നു ചാരിറ്റിക്കും പബ്ലിക് ഗുഡിനും വേണ്ടി മാത്രം ചിലവഴിക്കുന്നൊരു ഗ്രൂപ്പാണ്. ഈ അഹമ്മദാബാദ് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് എല്ലാവർക്കും കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് പുറമെ 500 കോടി രൂപയുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയാണ്. 500 കോടി രൂപ അവരുടെ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി ആ ട്രസ്റ്റിലിട്ടിട്ട് ഈ ആക്സിഡൻറ്റ് കാരണം ബുദ്ധിമുട്ട് വന്ന ആ എല്ലാവർക്കും അവരുടെ കുടുംബത്തിനും ഭാവി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ 500 കോടി രൂപയുടെ ട്രസ്റ്റ്. ലോകത്തിൽ എത്രയോ ആക്സിഡൻറ്റ്സ്, പ്ലെയിൻ ആക്സിഡൻറ്റ് കണ്ടിട്ടുണ്ട്. ഒരു സ്ഥലത്തും ആരും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതേമാതിരി എത്ര എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇഫ് വി ക്യാൻ കൺട്രോൾ അവർ ഡിസയേഴ്സ്, ലാഭം തെറ്റല്ല. ലാഭം എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു അത്യാവശ്യമാണ്. പ്രോഫിറ്റ് ഈസ് ഓക്കെ, പ്രോഫിറ്റിയറിങ് ഈസ് ബാഡ്. ലാഭത്തിന് വേണ്ടി ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ഷെയർ പിടിച്ചു വെച്ച് എല്ലാം നമുക്ക് വേണം എന്ന് വിചാരിക്കുന്നത് തെറ്റ്. പക്ഷേ ലാഭം എടുക്കുന്നതിൽ, സാധാരണ ലാഭം എടുക്കുന്ന ഒരു തെറ്റുമില്ല. അങ്ങനെയാണെങ്കിൽ ബിസിനസ് വളരുള്ളൂ, ജോലിക്കാർക്ക് ശമ്പളം കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ, ഗവൺമെൻറ് ടാക്സ് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രോഫിറ്റിയറിങ് ഈസ് ബാഡ്. അപ്പോൾ ഈ മെസ്സേജ് ഇത്രയേ ഉള്ളൂ. നോർമൽ ലിവിങ്ങും നമുക്കുള്ള സൗകര്യങ്ങളും രണ്ടും സെപ്പറേറ്റ് അല്ല. ബിസിനസ് നടത്തി മെച്ചമുണ്ടാക്കാൻ സാധിക്കും, തട്ടിപ്പ് നടത്താതെ ഇരുന്നാൽ മതി. അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം വരുന്നത് എല്ലാം എനിക്ക് വേണം, വേറെ ആർക്കും കൊടുക്കണ്ട, ആ ഒരു അത്യാഗ്രഹം, അതൊക്കെ വരുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിൽ ഈ ധർമ്മം, ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള നിഷ്കാമകർമ്മം, യോഗ, സ്പിരിറ്റ്, യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ജനിച്ച വാക്കാണ്. ദ യൂണിയൻ ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഇന്ന് ബിസിനസ് ലോകത്തിൽ പറയുന്നൊരു വാക്കാണ് വർക്ക് ലൈഫ് ബാലൻസ്. ഇതൊക്കെ നമ്മുടെ എത്രയോ കാലങ്ങൾ മുമ്പ് നമ്മുടെ ആൾക്കാർ ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ആ ഒരു യൂണിറ്റി, ആ ഒരു കോമ്പിനേഷനാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്ന ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി ജീവിക്കാൻ സാധിച്ചാൽ ഈ പിരിമുറുക്കവും സമ്മർദ്ദവും ഈ അത്യാഗ്രഹവും ഇതെല്ലാം മാറ്റി we can be an integral part of this society where we truly live. That's the only thing I have to say.